കൊടുക്കുന്ന നിയമമുണ്ട് അല്ല, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടെങ്കിലല്ലേ നടപടിക്ക് ഞാൻ വിധേയമാവുള്ളൂ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ കട്ടാണ്. അതുകൊണ്ട് അതിലൊന്നും അത് പിന്നെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനും പറയണ്ടേ നിയമ നടപടി സ്വീകരിക്കുന്നൊക്കെ. അല്ലാണ്ട് എന്താ അതിനകത്തുള്ളത് എനിക്കെതിരെ പറയാൻ? തലശ്ശേരിക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല. കാരണം 71 വരെ തലശ്ശേരി മണ്ഡലമായിട്ടുണ്ടായിരുന്നു, തലശ്ശേരി പാർലമെന്റ് മണ്ഡലം. പക്ഷെ അതിനുശേഷം ഈ വടകര വന്നതിന് ശേഷം തലശ്ശേരിക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ടാണ് തലശ്ശേരിയുടെ ഇന്നത്തെ പല വികസനങ്ങളും വരുന്നില്ല എന്നുള്ള ഉദ്ദേശിക്കുന്ന റെയിൽവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിനനുസരിച്ചുള്ള വികസനം വരുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. അപ്പൊ അക്കാര്യങ്ങളിൽ എന്തായിരിക്കും നിങ്ങൾ ഇനിയിപ്പം എം.പി ആയതിനു ശേഷം? വടകര വന്നതുകൊണ്ടല്ല, വടകര പാർലമെന്റ് മണ്ഡലം ആകെ നമ്മുടെ മലബാർ മേഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടുന്നതാണ്. തലശ്ശേരി, വടകര, കൊയിലാണ്ടി ഇതെല്ലാം ഒരേപോലെ പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ്. തലശ്ശേരിക്ക് മാത്രമല്ല, കേരളത്തിന് റെയിൽവേയിൽ എന്ത് പരിഗണനയാണ് കിട്ടിയിട്ടുള്ളത്? സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ കോച്ച് ഫാക്ടറി കേരളത്തിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് കോൺഗ്രസിൻ്റെ 4-3 ഭൂരിപക്ഷത്തോടെയുള്ള ഭരണം ഉണ്ടായ കാലത്ത് പോലും കൊണ്ടുവന്നു. കോൺഗ്രസും BJPയും അക്കാര്യത്തിൽ കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന എത്രയാണ്? ഇപ്പോൾ അതുതന്നെയല്ലേ കാണിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസും BJP അല്ലാത്ത ഒരു ഭരണം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തലശ്ശേരിക്കൊന്നും അർഹതയുള്ള ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല, ഒരു മേഖലക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന് അർഹമായ പരിഗണന കോച്ച് ഫാക്ടറി, റെയിൽ പാളം, എപ്പോൾ ഉള്ള റെയിൽ പാളങ്ങളാണുള്ളത്. എന്നിട്ട് ഇപ്പോൾ അതിലൂടെ നമ്മുടെ വന്ദേ ഭാരത് ഇത്രയും സ്പീഡിൽ ഓടുമ്പം എന്തൊരു നമുക്ക് പേടിയാവുന്നില്ലേ? ഇല്ലേ? നല്ല സുഖമാണ് അതിനകത്തിരുന്ന് യാത്ര ചെയ്യാൻ. പക്ഷേ ഈ റെയിൽ പാളമൊന്നും നവീകരിക്കാതെ സ്പീഡ് കൂട്ടിയിട്ട് ഓടിച്ചാൽ നമ്മൾ എന്താവും എന്നുള്ള ആശങ്കയില്ലേ നമുക്ക്? അപ്പോൾ റെയിൽ പാളം നവീകരണം, പുതിയ പാതകൾ, ഇതൊന്നും സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അത് കോൺഗ്രസ് ശ്രദ്ധിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരെങ്ങനെ ഇപ്പം പറയാം? എത്ര കാലം ഇന്ത്യ ഭരിച്ചവരാ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ഇവരൊന്നും അല്ലാത്ത ഒരു ഗവൺമെൻറ് വരുമ്പം ആണ് കുറച്ചും കൂടി എന്തെങ്കിലും പരിഗണന കേരളത്തിന് കിട്ടുന്നത്. ചുരുങ്ങിയ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് തലശ്ശേരിക്കൊക്കെ പരിഗണന കിട്ടും. നല്ല വിഷയമാണ്. ഒരു കാര്യം ചെയ്യുക, ഇലക്ഷന് നിങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് തന്നെ ജയിപ്പിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തലശ്ശേരിയുടെ വികസനത്തെ കുറിച്ച് ഗംഭീര ചർച്ച നമുക്ക് നടത്തിയിട്ട് ആദ്യ സെമിനാർ ഇവിടെയാക്കാം. ആദ്യത്തെ ഫണ്ടും പ്രസ് ക്ലബിലാണ്. അതെ ഉറപ്പായിട്ടും. പിന്നെ നമുക്കൊരു നല്ല കേരളത്തിലെ പ്രസ് ക്ലബിന്റെ ലൈബ്രറി, അംഗീകൃത ലൈബ്രറികൾ ഞങ്ങൾക്കാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പറഞ്ഞുകൂടാ, പക്ഷേ വികസന പ്രവർത്തനങ്ങളിൽ പ്രസ് ക്ലബ്ബ് നൽകുന്ന നിർദ്ദേശങ്ങളുടെ കൂടെ, അത് നാടിന് വേണ്ടി ആകെയുള്ള നിർദ്ദേശങ്ങളുടെ കൂടെ MP എന്നുള്ള നിലയിൽ ഞാൻ ഉണ്ടാകും. അല്ലാണ്ട് നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരാമെന്ന് അത് പറയാൻ പറ്റൂല. അത് പറയുന്നത് ഒരു വാക്കിൽ നന്ദി പറഞ്ഞു.